നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് പോകണമെങ്കിൽ, ഉപവാസം നമുക്ക് ചെയ്യണമെങ്കിൽ ഉപവസിക്കുക എന്നാണ് പറയുക. കൂടെ വസിക്കണം. മനസ്സുകൊണ്ട് ഈശ്വരനോടൊപ്പം വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരീയ സാന്നിധ്യം നമ്മളെവിടെ ഇരിക്കുന്നോ ആ വീട്ടിൽ, ആ സ്ഥലത്ത്, നമ്മുടെ ഹൃദയത്തിലും നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളായി ദൈവം പറയാറുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം എന്നാ പറയുക. പക്ഷേ എൻ്റെ വിളി ഭഗവാൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കണം? വിളിക്കുന്ന എൻ്റെ മനസ്സെങ്ങനെയായിരിക്കണം? ഇത് ഏറ്റവും പ്രധാന കാര്യമാണ്. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് ഉപവസിക്കൂ, കൂടെ വസിക്കൂ, എന്നെ കൂടെ വയ്ക്കൂ, നിങ്ങളെൻ്റെ കൂടെ വസിക്കൂ. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ എല്ലാവരുടെയും മനസ്സാണ് ഈശ്വരനിരിക്കാനുള്ള സ്ഥലമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്ര ശുദ്ധി വേണം, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. കാരണം നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ആളെ കൂടെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആളും നമ്മളും തമ്മിലുള്ള ബന്ധം അറിയണം. ബന്ധം എന്താണ്? ബന്ധമാണ് നമ്മൾ കീർത്തനങ്ങളിൽ പാടുന്ന അങ്ങ് തന്നെ അച്ഛൻ, അങ്ങ് തന്നെ അമ്മ, അങ്ങ് തന്നെ സർവബന്ധു. അപ്പോൾ ശിവഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്വം, ശിവഭഗവാൻ എല്ലാവർക്കും മാതാപിതാവാണ്. എങ്ങനെ മാതാവും പിതാവുമാകണം? നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ അച്ഛനും അമ്മയും വേറെ വേറെയാണ്. അപ്പം നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ആത്മബന്ധമാണ്. ആത്മാവിന് അച്ഛനും അമ്മയുമാണ് പരമാത്മാവ്. ആത്മാവിൻ്റെ അച്ഛനും അമ്മയാണ്. ശരീരം കൊണ്ട് നമ്മളിവിടെ നാടകം കളിക്കണം. നാടകശാലയിൽ ആത്മാവുമുണ്ട്, ശരീരമുണ്ട്. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും എവിടേക്കാണ് പോവുക? നമ്മൾ പറയില്ലേ, മുകളിലൊരാളുണ്ട് എല്ലാം കണ്ടുകൊണ്ട്. നിങ്ങളാരും വിശ്വസിക്കേണ്ട, ആൾക്കറിയാം. എൻ്റെ അർത്ഥം എന്താ? നമുക്കറിയാം നമ്മുടെ ആൾ അവിടെയാണ്. അപ്പം നമ്മുടെ ആളാര്? ഈശ്വരനാണ്. ഈശ്വരൻ നമ്മുടെ മാതാപിതാവാണ്. അവിടെയാണ്. എവിടെ? നമ്മളെവിടെ നിന്ന് വന്നോ അവിടെ. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് നാടകശാലയാണ്. അപ്പോൾ ഇവിടെ നാടകം കളിക്കാൻ ആത്മാവിന് ഈ വസ്ത്രം കിട്ടി. പക്ഷെ ആത്മാവ് എവിടുന്നാണ് വന്നത്? അവിടെ അർത്ഥം ബ്രഹ്മലോകം. അതിനെയാണ് ഈ നീലാകാശത്തിനും അപ്പുറം നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഈശ്വര ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം കണ്ണടച്ചിട്ട് പോകാൻ ശ്രമിക്കുന്നത് അവിടേക്കാണ്. പക്ഷേ എവിടേക്കാണെന്ന് മനസ്സിന് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് പിന്നെ അവിടെ ഇവിടെ ചുറ്റിത്തിരിയണേ. അതുകൊണ്ട് ധ്യാനം നമുക്ക് പരിശീലിക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഈശ്വരിലേക്ക്, ശിവനിലേക്ക് മനസ്സ് കൊണ്ടുപോകാൻ നമുക്ക് ആദ്യം ഓർമ്മ വേണം, ഭഗവാനും നമ്മളും കൂടി എവിടെ ഇരുന്നേ. ഭഗവാന്റെ സന്നിധാനം ഏതാണ്? ഭഗവത് സന്നിധാനമാണ് ഈ നീലാകാശത്തിനുപരിയായ സ്ഥാനം. അതാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നീലാകാശം വരെ നമുക്ക് കാണാം. പക്ഷേ ഈ ആകാശം അനന്തമാണ്. ആകാശത്തിൻ്റെ അവസാന ഭാഗം പ്രപഞ്ചത്തിൻ്റെ നെറുക. ഭഗവാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് നീലാകാശമാണെങ്കിൽ അത് സുവർണ പ്രകാശമാണ്, കാവ്യനിറം. അതുകൊണ്ടാണ് സന്യാസധർമ്മത്തിൽ സന്യാസം സ്വീകരിക്കുമ്പോൾ കാവ്യവസ്ത്രം സ്വീകരിക്കണം. ഈ ലൗകിക ജീവിതത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി എവിടേക്ക് കൊണ്ടുപോവാണ്? നമ്മൾ അവിടെ നിന്ന് വന്നവരാണ്, അവിടേക്ക് പോകേണ്ടവരാണ്. ഭഗവാനോടൊപ്പം ഇരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ആ വസ്ത്രം ധരിക്കണം, കാവ്യവസ്ത്രം സ്വീകരിക്കണം. കാരണം സ്വർണ്ണ ചുവപ്പ് നിറമാണ് ആ ആകാശം. അവിടെ നക്ഷത്രം പോലെ എങ്ങനെ ആകാശത്തിലെ നക്ഷത്രം, അതേപോലെ നമ്മൾ ആത്മാവ് നക്ഷത്ര സമാനം അവിടെയാണ് ഇരുന്നത്. നമ്മളെല്ലാ നക്ഷത്രങ്ങളോടൊപ്പം ഒരു വലിയ നക്ഷത്രം, പരമപ്രകാശം, പരംജ്യോതി. ആ പരംജ്യോതിയാണ് നമ്മൾ ശിവമെന്ന് പറയുന്നത്. ശിവമർത്ഥം മംഗളകാരി, മുഴുവൻ ലോകത്തിനും വെളിച്ചം നൽകുന്ന, പ്രകാശം നൽകുന്ന, മംഗളം ചെയ്യുന്ന സത്യസ്വരൂപൻ. ആ പരംജ്യോതിയാണ്, പരമപ്രകാശത്തെയാണ് നമ്മൾ ഈ ദീപം കൊളുത്തിയിട്ട് ആരാധിക്കുന്നത്. വീട്ടിൽ നമുക്ക് ആ ജ്യോതിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് അകക്കണ്ണ് നമ്മുടെ അടഞ്ഞു കിടക്കുന്നത് കാരണം നമ്മളോട് പൂർവികരെന്ത് പറഞ്ഞു? വിളക്ക് കൊളുത്തു. എന്നിട്ട് ഓർമ്മയ്ക്ക് ഭഗവാനെ. വിളക്കിലെന്താ തെളിയുന്നത്? ദീപം. ഈ ദീപാരാണ്? ആത്മാവിൻ്റെ അച്ഛനും അമ്മയുമായ സർവേശ്വരനെ ഓർമ്മിക്കാനാണ്. അപ്പം ധ്യാനിക്കുമ്പോൾ നമുക്ക് രണ്ട് വിളക്കുകൾ, രണ്ട് ദീപം
ഓർമ്മ വരണം. ഒന്ന് ആത്മാവാണെന്ന ദീപം. അതുകൊണ്ടാണ് അകക്കണ്ണ് തുറക്കാൻ പറയണത്. സത്യമാം നിന്നെ അറിയാൻ നിത്യ സത്സംഗമാണേകമാർഗം. സത്യമാം നിന്നെ അറിയാൻ നിത്യ സത്സംഗമാണേകമാർഗം. ആനന്ദ സിന്ധുവിൽ ആഴ്ന്നിറങ്ങിടുവാൻ ഏകാശ്രയം രാജയോഗം. ആനന്ദ സിന്ധുവിൽ ആഴ്ന്നിറങ്ങിടുവാൻ ഏകാശ്രയം രാജയോഗം. ഏകാശ്രയം രാജയോഗം. സത്യമാം നിന്നെ അറിയാൻ നിത്യ സത്സംഗമാണേകമാർഗം. നിത്യവും മോതുന്ന നാദം നൽകും ആത്മാവിനൊരു ദിവ്യബോധം. നിത്യവും മോതുന്ന നാദം നൽകും ആത്മാവിനൊരു ദിവ്യബോധം. ആ ദിവ്യബോധമെന്നന്തരംഗങ്ങളിൽ ഉണർത്തുന്നു ദേവസ്വരൂപം. ആ ദിവ്യബോധമെന്നന്തരംഗങ്ങളിൽ ഉണർത്തുന്നു ദേവസ്വരൂപം. സത്യമാം നിന്നെ അറിയാൻ നിത്യ സത്സംഗമാണേക